പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്കറിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്നും? ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തന്മാരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളുടെ കൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. ഈ വചനഭാഗത്തിലൂടെ തിരുസഭ ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സന്ദർശന തിരുനാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയം എത്ര പ്രധാനപ്പെട്ട ഒരു വ്യക്തി ആയിരുന്നു അന്നും, എത്രയും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഇന്നും എന്നുള്ളത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. കാരണം സക്കറിയയുടെ ഭവനത്തിലോട്ട് മറിയം കടന്നു ചെല്ലുമ്പോൾ, അവളെ ശുശ്രൂഷിക്കുവാനായിട്ട് കടന്നു ചെല്ലുമ്പോൾ, മറിയത്തിൻ്റെ സ്വരം കേൾക്കുമ്പോൾ തന്നെ എലിസബത്തിന്റെ ഉദരത്തിലുണ്ടായിരുന്ന യോഹന്നാൻ കുതിച്ചു ചാടുകയാണ് ചെയ്യുന്നത് സന്തോഷം കൊണ്ട്. ഈ സംഭവത്തിൽ 4 പേരുടെ സന്ദർശനമാണ് നടക്കുന്നത്. യേശുവും യോഹന്നാനും തമ്മിലും മറിയവും എലിസബത്തും തമ്മിലും. അങ്ങനെ പരിശുദ്ധാത്മാവ് എലിസബത്തിന് മറിയം ആരാണെന്നുള്ളത് വെളിപ്പെടുത്തി കൊടുക്കുന്നു. പരിശുദ്ധ കന്യകാമറിയവും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധ കന്യകാമറിയം പറയുന്നുണ്ട്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. നമ്മൾക്കും എത്രയോ കാര്യങ്ങൾ, എത്രയോ അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചൊരിയുന്നുണ്ട്. അതിനെല്ലാം നമ്മൾ നന്ദിയുള്ളവരാണോ? ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുന്നുവോ? നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഗ്രഹീതമായിട്ടുള്ള സമയങ്ങളെയും സന്ദർഭങ്ങളെയൊക്കെ ഓർത്തുകൊണ്ടും നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തോട് ഒപ്പം ഇന്ന് നമ്മൾ ചേർന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ നിറയെ അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്യും. അതിനായിട്ടുള്ള കൃപാപരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്ക് നൽകുകയും ചെയ്യട്ടെ. അതോടൊപ്പം തന്നെ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ യേശുവിനെ വഹിക്കുന്നവരാകാം. നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം യേശുവിനെ നൽകുന്നവരാകാം. നമ്മൾ ആരുമായിട്ട് ഇടപഴകുന്നവർക്കൊക്കെയും യേശുവിനെ നൽകുന്നവരാകാം. അതിനായിട്ടുള്ള കൃപാപരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു.